ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേഡറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളൊരു വീഡിയോ ആണിത്. കേഡറ്റ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ കഴിയുന്നൊരു വിഷയമാണ് സൈക്കോളജി. ആ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫലനിയമം എന്നിങ്ങനെ പഠന നിയമത്രയം ആരുടെ സംഭാവനയാണ്? വാട്സൺ, ബ്രൂണർ, തൊണ്ടേക്ക്, വില്യം ജെയിംസ്. ഉത്തരം തൊണ്ടേക്കാണ്. അടുത്തത്, പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്നുളവാക്കുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനമെന്ന് കരുതുന്ന സമീപനമാണ് ഏത്? പ്രബലനം, വ്യവഹാരവാദം, സന്നദ്ധതാ നിയമം, ഗസ്റ്റാൾട്ട് നിയമം. ഉത്തരം ഗസ്റ്റാൾട്ട് നിയമം. ഓക്കെ, പഠനത്തിലെ സമഗ്രത നിയമങ്ങൾ അല്ലാത്തത് ഏതാണ്? സാമീപ്യ നിയമം, അനുപൂരണ നിയമം, തുടർച്ചാ നിയമം, രൂപപശ്ചാത്തല ബന്ധം. ഇവിടെ ഉത്തരം അനുപൂരണ നിയമമാണ് അല്ലാത്തത്. ഓക്കെ, പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിൽ ചിട്ടപ്പെടുത്തണമെന്ന് സിദ്ധാന്തിക്കുന്നത് ആരാണ്? ഉത്തരം ബ്രൂണറാണ്. ഓക്കെ, കണ്ടെത്തൽ പഠനം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? പിയാഷെ, സ്കിന്നർ, ബ്രൂണർ, തൊണ്ടേക്ക്. ഉത്തരം ബ്രൂണറാണ്. ഓക്കെ, കുട്ടി ഒഴിഞ്ഞ അളവ് പാത്രമല്ല, അവനിൽ ധാരാളം മുന്നറിവുകളുണ്ട്, അവൻ ഗവേഷകനും അനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുന്നവനുമാണ് എന്ന് വാദിക്കുന്നത് ആരാണ്? ബ്രൂണർ, വൈഗോട്സ്കി, പിയാഷെ, സ്കിന്നർ. ഉത്തരം പിയാഷെയാണ്. ഓക്കെ, ZPD എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? പിയാഷെ, വൈഗോട്സ്കി, ആൽബർട്ട് ബന്ദുര, സ്കിന്നർ. ഉത്തരം വൈഗോട്സ്കിയാണ്. സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ വക്താവായ വൈഗോട്സ്കി നിർദ്ദേശിച്ചിരിക്കുന്ന പഠന രീതികളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, സംഘപഠനം, സംവാദാത്മക പഠനം, സഹവർത്തിത പഠനം, സ്വയം പഠനം. ഉത്തരം സ്വയം പഠനം. ഓക്കെ, പ്രതിക്രിയ അധ്യാപനം ആരുടെ ആശയത്തിൻ്റെ പിൻബലത്തിലാണ് ആവിഷ്കരിച്ചത്? പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ, സ്കിന്നർ. ഉത്തരം വൈഗോട്സ്കി. ഓക്കെ, വിനിമയ വിശകലന സിദ്ധാന്തം, ട്രാൻസാക്ഷണൽ അനാലിസിസ് കൊണ്ടുവന്നത് ആരാണ്? കോൾബർഗ്, ഹാവിഗസ്റ്റ്, എറിക് ബേൺ, പീറ്റർ സലോവ. ഉത്തരം എറിക് ബേൺ ആണ്. ഓക്കെ, അടുത്തത്, ഏകഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺസൺ, സ്പിയർമാൻ, തൊണ്ടേക്ക്, കോഹ്ലർ. ഉത്തരം ജോൺസൺ ആണ്. ത്രിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കോഹ്ലർ, ചാൾസ് സ്പിയർമാൻ, തൊണ്ടേക്ക്, തേസ്റ്റൺ. ഉത്തരം ചാൾസ് സ്പിയർമാൻ ആണ്. ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്പിയർമാൻ, കോഹ്ലർ, ഗോൾഡ്മാൻ, തൊണ്ടേക്ക്. ഉത്തരം തൊണ്ടേക്കാണ്. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? തേസ്റ്റൺ, ഹവാർഡ് ഗാർഡ്നർ, തൊണ്ടേക്ക്, സ്പിയർമാൻ. ഉത്തരം തേസ്റ്റൺ ആണ്. ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഗോൾഡ്മാൻ, ഗിൽഫോർഡ്, തേസ്റ്റൺ, സ്കിന്നർ. ഉത്തരം ഗിൽഫോർഡ് ആണ്. ഓക്കെ, ബുദ്ധിയുടെ ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കോഹ്ലർ, കർട്ട് കോഫ്ക, സ്റ്റേൺബർഗ്, കാറ്റൽ. ഉത്തരം സ്റ്റേൺബർഗ് ആണ്. ഓക്കെ, ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഹവാർഡ് ഗാർഡ്നർ, തൊണ്ടേക്ക്, സ്പിയർമാൻ, കാറ്റൽ. ഉത്തരം ഹവാർഡ് ഗാർഡനർ ആണ്. ഓക്കെ, ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഭാഷാപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, അനുഭവ ബുദ്ധി. ഉത്തരം അനുഭവ ബുദ്ധിയാണ്. പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, പരീക്ഷണങ്ങൾ, കരകൗശല പ്രവർത്തനങ്ങൾ, അഭിനയം, അനുകരണം എന്നീ പ്രവർത്തനങ്ങൾ ഏതുതരം ബുദ്ധിവികാസത്തിന് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ്? സംഗീതപരമായ ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, വ്യക്ത്യാന്തര ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി. ഉത്തരം ശാരീരിക ചലനപര ബുദ്ധി. ഓക്കെ, ടോറൻസിൻ്റെ അഭിപ്രായത്തിലുള്ള സർഗാത്മകതയുടെ ഘടകങ്ങളിൽ പെടാത്തത് ഏതാണ്? വാചാലത, ഉൾക്കാഴ്ച, മൗലികത, ബുദ്ധി. ഉത്തരം
ബുദ്ധിയാണ്. ഓക്കെ, അടുത്തത് പഠനാന്തരണം എന്നാൽ എന്താണ്? പഠനം വേഗത്തിൽ നടക്കുന്നത്, പഠന അന്തരീക്ഷം, പഠനത്തിനായി മനുഷ്യൻ്റെ ജൈവഘടന തയ്യാറാകുന്നത്, നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നത്. ഉത്തരം നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതാണ്. ഓക്കെ, പിയാഷെയുടെ വൈജ്ഞാനിക വികാസ കാഴ്ചപ്പാടിലെ ഘടകങ്ങളിൽ പെടാത്തത് ഏതാണ്? സ്കീമ, അനുരൂപീകരണം, സ്വാംശീകരണം, അപഗ്രഥനം. ഉത്തരം അപഗ്രഥനമാണ്. ഓക്കെ, നിരീക്ഷണ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ അനുകരണ പഠന സിദ്ധാന്തം. ഓക്കെ, അടുത്തത് നിരീക്ഷണ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ അനുകരണ പഠന സിദ്ധാന്തം എന്നീ സാമൂഹിക വികാസ സങ്കല്പങ്ങൾ ആരുടേതാണ്? പിയാഷെ, ബന്ദൂര, വൈഗോട്സ്കി, ബ്രൂണർ. ഉത്തരം ബന്ദൂര. ഓക്കെ, സാമൂഹിക വികാസത്തിൻ്റെ ഘടകങ്ങളിൽ പെടാത്തത് ഏതാണ്? കുടുംബം, വിദ്യാലയം, സമസംഘങ്ങൾ, പാഠപുസ്തകം. ഉത്തരം പാഠപുസ്തകം. ഓക്കെ, വികസന പ്രവൃത്തി ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? പിയാഷെ, ഗോൾമാൻ, റോബർട്ട് ഹാവിഗസ്റ്റ്, ബ്രൂണർ. ഉത്തരം റോബർട്ട് ഹാവിഗസ്റ്റ്. ഓക്കെ, പഠന വൈകല്യങ്ങൾ. ഒന്ന് ഡിസ്ലെക്സിയ, വായനയിലുള്ള വൈകല്യമാണ് ഡിസ്ലെക്സിയ. അടുത്തത് ഡിസ്കാൽക്കുലിയ, ഗണിതത്തിലുള്ള തടസ്സങ്ങളാണ് ഡിസ്കാൽക്കുലിയ. അതുപോലെ ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. ഓക്കെ, അടുത്തത് ജ്ഞാനനിർമ്മിതിവാദം പിയാഷെ, ബ്രൂണർ എന്നിവരുടെ സിദ്ധാന്തങ്ങളാണ്. അതുപോലെ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം അത് വൈഗോട്സ്കിയുടേതാണ്. അതുപോലെ മനോസാമൂഹിക വികാസം അത് എറിക്സൺ ആണ്. പൗരാണിക അനുബന്ധന സിദ്ധാന്തം പാവ്ലോവാണ്. ബന്ധസിദ്ധാന്തം തൊണ്ടയ്ക്കാണ്. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അത് സ്കിന്നറാണ്. നിരീക്ഷണ പഠനം അത് ആൽബർട്ട് ബന്ദൂരയാണ്. വൈകാരിക വികസനം അത് കാതറിൻ ബ്രിഡ്ജസ് ആണ്. ഓക്കെ, അടുത്തത് ആഗമന രീതി എന്നാൽ ഉദാഹരണങ്ങളിൽ നിന്ന് സാമാന്യവൽക്കരണത്തിലേക്കാണ്. ഓക്കെ, ഇതാണ് ആഗമന രീതി. അടുത്തത് നിഗമന രീതി, അതായത് സാമാന്യത്തിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്നുള്ളതാണ് നിഗമന രീതി എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഉദ്ഗ്രഥന രീതി, അതായത് അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്നുള്ളതാണ് ഉദ്ഗ്രഥന രീതി. ഓക്കെ, അടുത്തത് അപഗ്രഥന രീതി, അറിയാത്തതിൽ നിന്ന് അറിയാവുന്നതിലേക്ക് എന്നുള്ളതാണ് അപഗ്രഥന രീതി. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.